എടുത്തു. ഫുള്ള് വൈബ്, നല്ല കിടുക്കാച്ചി വൈബ്. ഇവിടുത്തെ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് ആണ് ഈ കാണുന്നത്. ഇഡ്ഡല വെറുതെ അല്ല ഇതിനെ ന്യൂസിലൻഡ് എന്ന് പറയുന്നവര്. പശു എന്നൊക്കെ പറഞ്ഞ 1.5 പശു കേട്ടോ. ഇത് മൊത്തം പശുവെന്നറിയോ. നല്ല സുഖം കേട്ടോ, അടിപൊളി പരിപാടിയാ അതല്ലേ. ചിറകൊടിഞ്ഞ കിനാവുകൾ, ചിറകൊടിഞ്ഞ എന്റെ അയ്യോ അവസ്ഥ. ഇതിലെ കണ്ട അംബവേല ഫാം എന്ന് പറയുന്നത്. യെസ്, ആ ഫാം വിസിറ്റ്. ഓ ഇതില് ദിസ് ഈസ് നോട്ട് ഫോർ വിസിറ്റ്. ഓക്കെ, ബട്ട് അംബവേല ഫാം. അപ്പൊ അവിടെ ബോർഡ് കണ്ടതോ? there was a board to visit Ambavela farm 6 kilometer. so this no visit, right? Okay, thank you. ഇതില്ല അപ്പൊ പിന്നെ ഇത്ര നേരം കം വിസിറ്റ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് എഴുതി വെച്ച എന്തിനാ? അപ്പൊ ഇവിടെ അംബവേല ഫാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെയല്ലേ നമ്മൾ നേരത്തെ കണ്ടത്. അക്ഷരം മാറിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ. ചിലപ്പോ വേറെ ഉണ്ടാവും, വേറെ ഇവിടെ മൊത്തം ഗ്രാസ് ലാൻഡ് ആണ്. ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പച്ച പുല്ല് നിൽക്കുന്ന ഗ്രാസ് ലാൻഡ്. ഇങ്ങനെ പശുക്കൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഓരോ ദിവസവും ഓരോ സെക്ടറിലായിരിക്കും ഈ പശുക്കളെ അഴിച്ചു വിടുന്നത്. ശരിക്കും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച പകർത്താൻ എൻ്റെ ഡ്രോൺ എൻ്റെ കയ്യിലില്ലല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഗൈസ് എൻ്റെ അടുത്ത്. വിജനമായ വഴികളിലൂടെ ഞങ്ങൾ ഇങ്ങനെ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കയറും, ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങും. നമ്മളിപ്പോഴും 6000 അടി ഉയരത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൻ്റെതായിട്ടുള്ള ഒരു തണുപ്പും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം തന്നെ നമുക്ക് ഇവിടെ അനുഭവിക്കാൻ സാധിക്കും. പവർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞ മാതിരി പവർ ഹാൻഡിലാണ്, നല്ല പവറാണെന്ന് അറിയാം. അയ്യോ ഒന്നും പറയണ്ട, നല്ല സുഖം കേട്ടോ, അടിപൊളി പരിപാടിയാ. അംബേവാല ഫാമിൻ്റെ മുമ്പിലുള്ള ഒരു ചായക്കടയിൽ ഒരു ചായ കുടിക്കാൻ നിർത്തി ഞാൻ നിർത്തിയാണേ. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഒന്ന് നോക്കിക്കോണേ. ഫുൾ എല്ലായിടത്തും ഫോറിനേഴ്സും ഇംഗ്ലീഷ് പാട്ടുകളും. എന്നാലും ചോദിക്കേ, ചെറിയൊരു സ്ഥലമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ലോക്കൽ ഫുഡ്. ഇത് ഇവരുടെ ഒരു ടൈപ്പ് ഓഫ് റൊട്ടിയാണ്. പിന്നെ ഇതൊക്കെ ബ്രെഡും റൊട്ടിയും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഒരു മീറ്റ് റോള്, ചിക്കൻ റോൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോൾസ്. സൈർ ഭായി തടാകം, എനിക്ക് ഡ്രോൺ പറത്തണം. അയ്യോ ഞാൻ പറഞ്ഞാൽ മതിയോ? എന്തൊരവസ്ഥയാണ്. എനിക്ക് ഇത് ഡ്രോൺ പറത്താൻ പറ്റൂല ഗൈസ്. എൻ്റെ ഡ്രോൺ പോയി ഗൈസ്. കൊള്ളാമല്ലേ? ഇതെനിക്ക് തോന്നുന്നു ഈ ഫാമിലെ തടാകമായിരിക്കും, അല്ലെ ഫാമിലേക്ക് വെള്ളം എടുക്കുന്ന തടാകമായിരിക്കും. ഓ മാൻ, കിടില സ്ഥലം മാൻ, ഒരു രക്ഷയില്ല. കിടുക്കാച്ച ഇവിടെ മൊത്തം പശുവിന്റെ മറ്റേ ചാണകത്തിന്റെ മണം. അതാ ഗൈസ് നോക്കൂ, അവിടെ നമ്മൾ ആ ഫാമിന്റെ മുമ്പിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ അങ്ങ് ദൂരെ നമ്മൾ ന്യൂസിലാൻഡിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ആ ഒരു പുൽത്തകിടി മേലിങ്ങനെ ഇവിടുത്തെ പശുക്കൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. വാഹ്, എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കൂ. എന്തോരം പശുക്കളല്ലേ അങ്ങ് ദൂരെ നിൽക്കുന്നത്, എന്തോരം ഉണ്ട്, കുറേ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ന്യൂസിലൻഡിൽ കാണുന്ന പോലത്തെ തന്നെ, അതുപോലത്തെ തന്നെ സെയിം കാഴ്ച. അതേ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും ബീഫിന്. ന്യൂസിലൻഡ് മറ്റേ ന്യൂസിലൻഡിന്റെ ബീഫിന്റെ അത്ര ടേസ്റ്റ് വരത്തില്ല. ന്യൂസിലൻഡ് മറ്റേ ബീഫ്, വാഗ്യു ബീഫ്, പിന്നെ മറ്റേ വേറെന്താണ് ആഗ്നസ് ബീഫ്. ആണോ? എനിക്കറിയില്ല കേട്ടോ. അങ്ങ് ദൂരെ ഒരു ട്രെയിൻ കണ്ടോ താഴെ കിടക്കുന്നേ, മലയുടെ മേളിൽ ഉള്ള റെയിൽവേ സ്റ്റേഷൻ ബ്രിട്ടീഷുകാർ പണിതാണ്. അത് മറ്റേ ഈ കാൻഡി എല്ലാ റൂട്ടിൽ ഓടുന്ന ഒരു ട്രെയിനാണ് ആ കിടക്കുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു സാധാരണ ഒരു വാഗണും കിടപ്പുണ്ട്. കണ്ടോ നോക്കി, എവിടെയാണ് ആ റെയിൽവേ സ്റ്റേഷൻ നോക്കി? തേയിലത്തോട്ടത്തിന്റെ സൈഡിൽ. ശരിക്കും നമ്മളെ മൂന്നാറിലൊക്കെ ഇപ്പോഴും റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ആ സെറ്റപ്പ് ആയനെ. നമ്മൾ ആ റെയിൽവേ പാളം താഴെ ക്രോസ് ചെയ്യാണേ. അപ്പൊ ഇവിടെ അടിപൊളി ഇത് കേട്ടില്ലേ, ആ ഒരു ട്രെയിനിന്റെ അടുത്ത് നമ്മളുടെ ഓട്ടോ ഗൈസ്. ഫോട്ടോ എടുത്താ? ഒരു ഫോട്ടോ എടുക്കോ? കിട്ടിയല്ലോ അല്ലേ? എടുത്തു. എന്താ വാ, ഇവിടെ ഇഷ്ടം പോലെ ഫോറിനേഴ്സ് ഉണ്ട് കേട്ടാ. നോക്കി, ഇവരൊക്കെ ഈ ട്രെയിനില് പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. പിന്നെ വന്നോരോ വില്ലേജുകളിലേക്ക് ഇറങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സെറ്റപ്പുകളാണെന്ന് തോന്നുന്നു. അംബേവാല, ഇവിടെയാണ് അംബേവാല ഫാം. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അത് വേറെ ഫാമാ, ഇതായിരുന്നു ഫാം. ഇവിടെയാണ് ഫാം വരുന്നത്, ന്യൂസിലാൻഡ് ഫാം. അത് തന്നെ സെറ്റപ്പ്, ന്യൂസിലാൻഡ് ഫാം. ഇതാണ് നമ്മൾ കണ്ട റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ, റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലത്തെ ഒരു അംബേവാല എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനാണ്. അതിന്റെ മുമ്പിൽ ഒരു ചെറിയൊരു സ്ഥലം, ഒരു ചെറിയൊരു കവല. ആ കവലയിൽ ഒരു ചായക്കടയുണ്ട്, ഒരു മാഷ ഉള്ള ഹോട്ടലുണ്ട് അവിടെ.
പിന്നെ ഇവിടെ വേറെ ഒരു ഹോട്ടലുണ്ട്, പിന്നെ കുറച്ച് ഓട്ടോറിക്ഷകളുണ്ട് അവിടെ ഇടയ്ക്ക്. അതൊക്കെ തന്നെയാണ് സംഭവം. ഒരു ചെറിയൊരു മുക്കവല, ഒരു കിഡിലൻ റെയിൽവേ സ്റ്റേഷൻ, പുത്തൻ ട്രെയിന്, ഇവിടെ നല്ല ഇംഗ്ലീഷ് പാട്ടൊക്കെ ഇട്ട് വൈബാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. അടിപൊളിയേ. നമ്മൾ ഊട്ടി റൂട്ടിൽ ഒക്കെ കാണുന്ന പോലത്തെ തന്നെ സെയിം റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിനൊക്കെ കണ്ടില്ലേ, കിഡിലൻ ട്രെയിനല്ലേ നോക്കി, കിടുക്കാശി ട്രെയിൻ. ഇഷ്ടപ്പെട്ടു. ഇത് പുത്തൻ ട്രെയിനാട്ടോ അതൊക്കെ. ഇവിടെ ഈ റൂട്ടിൽ ഇഷ്ടംപോലെ ഇതുപോലത്തെ ട്രെയിനുകളുണ്ട്. ഫുള്ള് വൈബ്, നല്ല കിടുക്കാച്ചി വൈബ്. മൊത്തം ഫോറിനേഴ്സ് ആണ് ഇവിടെ. പണ്ട് ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന, ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഓടിക്കൊണ്ടിരുന്ന കൽക്കരി എഞ്ചിനിൽ വെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു സാധനമാണ് ആ കാണുന്നത്. ഇപ്പം കൽക്കരിയൊക്കെ മാറ്റി ഡീസൽ എഞ്ചിനാണ് ഓടുന്നത്. കണ്ടില്ലേ, വൈബ്. പാട്ടൊക്കെ വെച്ച് സെറ്റ്. ഇത് ഫസ്റ്റ് ക്ലാസ് എയർ കണ്ടീഷൻഡ് കമ്പാർട്ട്മെന്റ് ആണ്. എത്തപ്പാ, അടിപൊളിയാ. ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ റൂട്ടിലൊന്നും ഞാൻ ട്രെയിനിൽ പോയിട്ടില്ല. പോകണം ഒരു തവണ എപ്പോഴെങ്കിലും വരുമ്പോൾ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ റിസർവേഷന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം ഇന്നത്തേക്കുള്ള ടിക്കറ്റ് ഫുള്ളാണ് എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടോ, പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് എന്തോരോ ആൾക്കാരാന്ന് നോക്കിയേ അല്ലേ, എത്ര ആൾക്കാരാ. അപ്പോൾ അംബാവാല, നമുക്ക് എന്തായാലും ഇനി ആ ഫാമിലൊന്ന് പോവാം. നമ്മുടെ നാട്ടിലെ ബിവറേജ് ഇല്ലേ, അതേപോലെ തന്നെ അംബേവാല വൈൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റാണ് ഈ കാണുന്നത്. നോക്കിയേ, അടിപൊളിയേ. അത്യാവശ്യം കള്ളൊക്കെ ഉണ്ട് കേട്ടോ, കള്ളുണ്ട്, കുടിയന്മാരുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. നൈസ് ഗൈസ്. തൈറുബായി അവിടെ പോയിട്ട് ആ ചൈനക്കാർക്ക് ഫുഡ് എന്താ പറയുക ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തൈറുബായി അവിടെ ചൈനക്കാർക്കുള്ള ഫുഡ് ചൈനീസിൽ, അറിയാവുന്ന ചൈനീസിൽ അവരോട് മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുക. പൊളി പൊളി മാൻ. ഒരു മാസമായിട്ട് ചൈനീസ് സംസാരിക്കാത്തത് ക്ഷീണം മാറ്റിയോ? എല്ലാ ക്ഷീണം മാറ്റി. പുള്ളി അവിടെ ചെന്ന് ഭയങ്കര ചൈനീസ്, അവിടെ നിന്ന ആൾക്കാരോട് എന്തൊക്കെയോ പറയുന്നു. അവർക്കെല്ലാം മനസ്സിലായോ? അവർക്ക് മനസ്സിലായെന്നുള്ള അവർക്കെല്ലാം അറിയുള്ളൂ. ആ, എന്നിട്ട് അവര് ഒരു സന്തോഷം ഇല്ലായിരുന്നില്ല അവരുടെ മുഖത്ത്. റൈസും കറിയും വാങ്ങി കൊടുത്തു. പൈസ കൊടുത്താ? പിന്നെ കണ്ടില്ലേ, പൈസ കൊടുത്തോ? പൈസ അവരെടുത്തു. പക്ഷെ എന്റെ അമ്മ, ഇത് ഗംഭീര ഫാം, ഒരു രക്ഷയില്ല. നോക്കി, എന്റെ പൊന്നെ, ഇതിനകത്ത് ആയിരക്കണക്കിന് പശുക്കളാണ്. എനിക്കൊന്ന് മറ്റേ മെഷീനിലുള്ള കറവയും പരിപാടികളൊക്കെ ആയിരിക്കും തോന്നുന്നു കേട്ടോ. കയറി കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിന്റെ മുമ്പിൽ ഈ കാണുന്നതൊക്കെ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. കണ്ടില്ലേ നോക്കി, എന്റെ ദൈവമേ, പൊളി. ഇത് കിടില സ്ഥലം. വരുന്നില്ലേ ഫാം കാണാൻ? ഞാൻ പോയിട്ടെ വിട്ടിരിക്കല്ലോ. ഓക്കെ, സീ യു. ചാവി വണ്ടിയിൽ ഇരിപ്പുണ്ട്, സാധനങ്ങൾ വണ്ടി ഇരിപ്പുണ്ട്. കുരക്കാൻ കയറിയ പോലെ പശു വന്ന് കയറും. ഓക്കെ, ആ ഓക്കെ. എന്തായാലും നട്ടുച്ചയ്ക്ക് ഒരു ഗംഭീര മഴ പെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അംബേവാല ന്യൂസിലൻഡ് ഫാം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലങ്ങളൊക്കെ പോയി കാണാം. 3 ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്, തമിഴ്, സിൻഹള ആൻഡ് ഇംഗ്ലീഷ്. ഇത് കാണുമ്പോൾ നമ്മുടെ തെലുങ്ക് കന്നഡയൊക്കെ പോലില്ലേ. ഇവിടെ മിൽക്കിംഗ് കാണണമെന്നുണ്ടെങ്കിൽ ഇതാണ് സമയം. 12 മണി മുതൽ 5 മണി വരെ മിൽക്കിംഗ് ടൈമാണ്. പിന്നെ രാവിലെയും വൈകിട്ടും ഒക്കെ ഉണ്ട്. ലോക്കൽസിന് ഇത്ര, കുട്ടികൾക്ക് ഇത്ര, പിന്നെ ഫോറിൻ അഡൾട്ട്സിന് 1500 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 രൂപ വരും. മോനെ നോക്ക്, അകത്ത് പശുക്കൾ നിൽക്കുന്നത് കണ്ടാ, അടിപൊളി. ഇത്തരത്തിലുള്ള 3-4 കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ 2ാമത്തെ ബിൽഡിങ്ങിലേക്ക് കയറി പോകാനാണ് അവർ പറഞ്ഞത്. മഴ വരുന്നു. അയ്യോ, പക്ഷേ വെതർ പാടായി കഴിഞ്ഞാൽ ഭയങ്കര പാടാട്ടോ, ഓട്ടോയിൽ പ്രത്യേകിച്ച്. പ്ലീസ് യൂസ് ദ ഫുട് ബാത്ത്. ദിവസമാണ് കാല് ഇതാക്കണം. മറ്റേ പാസ്ചറൈസേഷൻ ടാങ്കുകളും മറ്റുമൊക്കെയാണ്. കണ്ടില്ലേ, നമ്മളിതിൻ്റെ മേളിലേക്ക് കയറി വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ മുകളിൽ നിന്ന് പാല് ഇറക്കുന്ന കാണാം. ഇത് കണ്ടോ, ഇത് മിൽക്കിംഗ്. ഇപ്പം ജസ്റ്റ് ഒരു സെറ്റ് മിൽക്കിംഗ് കഴിഞ്ഞു. പശുക്കളൊക്കെ ഇറങ്ങി പോകാണ്ടില്ല. ഒരു സെറ്റ് മിൽക്കിംഗ് ഇപ്പം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. കണ്ടോ, ഇനിയിപ്പോൾ അടുത്ത സെറ്റ് പശുക്കൾ അവിടെ കയറി വന്ന് നിൽക്കും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. എത്ര മോഡേൺ ആയിട്ടുള്ള സംവിധാനങ്ങളാണ്, എത്ര മോഡേൺ ആയിട്ടുള്ള ഫാമുകളാണെന്ന് നോക്കി. ഇത് ശരിക്കും ഞാൻ പണ്ട് അൽമറായാണെന്ന് തോന്നുന്നു. യെസ്, ഖത്തറിലോ എവിടേക്കോ പോയപ്പോഴത്തേക്കിനും അൽമറയുടെ ഒരു ഫാമിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അതും ഇതേപോലൊക്കെ തന്നെയായിരുന്നു. അടുത്ത സെറ്റ് ഓഫ് പശുക്കൾ അവിടെ മിൽക്കിങ്ങിന് റെഡിയായി നിൽക്കുകയാണ്. ഇങ്ങനെ ഇട്ടിക്കൂടുകയാണ് അവരവിടെ താഴെ. നോക്കി, കണ്ടില്ലേ, അങ്ങോട്ട് പോകാനായിട്ട്. ഇതിപ്പം ഇത് പാല് വരുന്നത് പോകണമല്ലോ, അപ്പോൾ അവർക്കും ഉണ്ടാവുമല്ലോ അതിനൊരു ടെൻഡൻസി. അപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് വരാനായിട്ട് ഇടി കൂടുകയാണ്. അപ്പോൾ ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണ് പ്രോസസ്സൊക്കെ. ഇവിടുത്തെ ഈ പശുക്കൾ ഇറങ്ങിപ്പോയിട്ട് അവർ അവിടെ ക്ലീൻ ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത സെറ്റ് ഓഫ് പശുക്കൾ അവിടെ വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഫാമുകളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കും എവിടെയെങ്കിലുമൊക്കെ. എന്തായാലും ഇവിടെ ശ്രീലങ്കയിൽ ഇത്രയും മോഡേൺ ആയിട്ടുള്ള ഒരു ഫാമിംഗ് സെറ്റപ്പ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഓ മാൻ, അതാ പശുക്കൾ വരുന്നു. അവർ വന്നിട്ട് എത്ര അച്ചടക്കത്തോടെ, അവർക്ക് അറിയാം എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കറക്റ്റ് അതിനകത്തോട്ട് അവർ കയറിപ്പോയി അവിടെ നിൽക്കുന്നത് കണ്ടോ. എന്താല്ലേ, സ്ഥിരം ചെയ്യുന്ന പരിപാടിയല്ലേ. അവിടെ ആ സാധനങ്ങളൊക്കെ നീങ്ങുന്നത് കണ്ടോ, അതൊക്കെ നീങ്ങി പോയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യും. പശു എന്നൊക്കെ പറഞ്ഞാൽ 1.5 പശു കേട്ടോ. ഇത് മൊത്തം പശുവെന്നറിയോ.
ഇവരെല്ലാം പോയിട്ട് റെഡി ആയിട്ട് അതിൻ്റെ ആ ഒരു ഇതിനകത്ത് നിൽക്കുന്നത് കണ്ടില്ല, അതായത് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കറക്റ്റ് ആ തല അതിനകത്തിട്ട് കയറ്റി നിർത്തണം. എന്നിട്ട് പമ്പ് പുറകിൽ കൊണ്ട് പിടിപ്പിക്കും, എന്നിട്ട് അത് മിൽക്കിങ് തുടങ്ങും. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. ഇത് തന്നെ പല രീതിയുണ്ട് പല സ്ഥലത്ത്. ഇതിങ്ങനെ പശു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കറങ്ങി പോയിട്ട് പമ്പ് ചെയ്യുന്ന രീതി, അങ്ങനെ ഒത്തിരി പരിപാടിയുണ്ട്. പുറത്ത് ഭയങ്കര മഴ തുടങ്ങി. സൈർ ഭായ് എന്ത് ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. അവിടെ പുള്ളി അവിടെ ആ മഴയത്തിരുന്ന് ആ ഷീറ്റൊക്കെ ഇട്ട് കാണും മിക്കവാറും. നല്ല വെതറാണ് ഇവിടെ. ഈ തണുപ്പത്ത് എന്ത് സുഖമായിരിക്കും അല്ലേ പശുക്കൊക്കെ, ചൂടില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ബ്രീഡ് ഓഫ് കൗ. അതായത് നമ്മളിപ്പോൾ കണ്ടില്ലേ, അത് ഹോൾസ്റ്റീൻ ഫ്രൈഷ്യൻ എന്ന് പറയുന്നൊരു സാധനമാണ്. അത് ആക്ച്വലി ഹോളണ്ട്, ഡച്ചാണ്. ഡച്ചും പിന്നെ ജർമ്മനും കൂടെ യൂറോപ്യനാ സാധനം. ബ്രീഡാണ്, മിക്സഡ് ബ്രീഡാണ്. ഒരു പശുവിന് ഏകദേശം 580 മുതൽ 700 കിലോഗ്രാം വരെ വെയിറ്റ് ഉണ്ടാവുമെന്ന്. അതിൻ്റെ ഡെയിലി മിൽക്ക് പ്രൊഡക്ഷൻ 40 മുതൽ 50 ലിറ്റർ വരെ. മറ്റേ ദാസനും വിജയനും പറയുന്ന പോലെ അതാണ് സംഭവം. 20 വർഷം വരെ ജീവിച്ചിരിക്കും. അത്രയും എന്താ പറയുക, ആ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ള ഒരു പശുവാണ് ഈ കാണുന്നത്. ഇത് മറ്റൊരെണ്ണമാണ്, ഐർഷയർ എന്നും പറഞ്ഞുകൊണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു സ്കോട്ട്ലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. ഇത് ഈ പറഞ്ഞ പോലെ 20-30 ലിറ്റർ പാല് തരും. 10-15 വർഷം വരെ ജീവിച്ചിരിക്കും. 450 മുതൽ 600 കിലോ വരെ ഭാരം വരുന്ന മറ്റൊരു ബ്രീഡ്. ഇനി നമുക്ക് ഇവരുടെ ഈ ഒരു ഫാമിംഗ് ഏരിയ നോക്കുമ്പോൾ കാണാം. ഇവിടെ ഇങ്ങനെ കാലിത്തീറ്റയൊക്കെ ഇട്ട് പശുക്കളൊക്കെ ഇങ്ങനെ കാലിത്തീറ്റയൊക്കെ തിന്ന് പുല്ലും പരിപാടിയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഒന്നും കാണുന്നില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, സീസണായിട്ട് കൊടുക്കുമായിരിക്കും. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ബങ്ക് ബെഡ് പോലെ, അതായത് ഡോർമിറ്ററി പോലെയാണ്. ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഉണ്ട്. ആ സ്പേസിനകത്ത് കയറി കിടന്നോണം. എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സംഭവങ്ങൾ. അവിടുത്തെ പശുക്കളൊക്കെ മിക്കവാറും മിൽക്കിങ്ങിനായിട്ട് കൊണ്ടുപോയതായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇത്രയും തണുപ്പുള്ള സ്ഥലമായിട്ടും അതുങ്ങൾക്ക് അവിടെ ഫാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വലിയ സ്ഥലം കേട്ടോ. പക്ഷെ എത്ര പശുക്കളായിരിക്കും ഇതിനകത്തുള്ളാവുക. ഇതിനകത്ത് വരുമ്പോഴത്തേക്കിനും ഈ പല സാധനങ്ങളുടെയും സ്ട്രോങ് സ്മെല്ലുണ്ടാവും. അതായത് ഈ ചാണകത്തിൻ്റെയും പിന്നെ കാലിത്തീറ്റയുടെയും ഇതിൻ്റെയൊക്കെ സ്ട്രോങ് സ്മെല്ല് ഇവിടെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ഈ പശുക്കിടാവുകളൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം അതിനെ കിടാവുകളെ കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ പാല് ഇറക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിന് കണ്ടില്ലേ, എന്ന് നോക്കി കാലിത്തീറ്റ ഇട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, എല്ലാം കൂടെ അവിടെ നിന്ന് തിന്നുക. അപ്പോൾ ഇതൊരു വണ്ടിക്കകത്ത് കൊണ്ടുപോയി വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോയിട്ട് കാലിത്തീറ്റ ഇട്ട് കൊടുക്കുന്ന സെറ്റപ്പായിരിക്കും. ഇത്രയും പശുക്കൾക്ക് മാനുവലി ഫുഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെല്ലാം ഓട്ടോമേറ്റഡ് ആയിരിക്കും പരിപാടിയെല്ലാം. ഈ കാണുന്ന പശുക്കളെ ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ 1 കിലോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ 1 കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പുറത്ത് നമ്മൾ കണ്ട ആ ഒരു പാടങ്ങളിലേക്കും അതേപോലെ തന്നെ ഗ്രാസ് ലാൻഡുകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. കാരണം അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമല്ല ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ആ ഒരു താളം കൊണ്ടുവരാൻ പറ്റുള്ളൂ. പല ടൈപ്പ് ഫുഡും കഴിക്കണമല്ലോ. എന്തായാലും ഭയങ്കര ഹെൽത്തി പശുക്കളാണ്. എല്ലാം ഭയങ്കര ബിഗ് സൈസാണ്. ഈ പറഞ്ഞ പോലെ 600-700 കിലോ ഉണ്ടാവും എല്ലാം. പശുക്കൾ അമ്പാവാല എന്നല്ലേ ഈ സ്ഥലത്തിന്റെ പേര്. നമ്മൾ ഈ കുഞ്ഞു പിള്ളേരെ പണ്ട് അമ്പ എന്ന് പറഞ്ഞ് പറയത്തില്ലായിരുന്നു പശുക്കളെ? അമ്പാ ഇങ്ങനല്ലേ വിളിക്കുന്നത്, അമ്പാ എന്നല്ലേ നല്ല വിളിക്കുന്നത്. നീ അങ്ങനെ വല്ല വരികയും ഈ സ്ഥലത്തിന് അമ്പാവാല എന്ന് പറഞ്ഞ് പേര് കിട്ടിയത്? നോക്ക്, ഇത് പുറകിലുള്ള ഗ്രാസ് ലാൻഡ് കണ്ടോ, അടിപൊളി സ്ഥലം. ഫുള്ള് ഇഡ്ഡല്. വെറുതെ അല്ല ഇതിനെ ന്യൂസിലൻഡ് എന്ന് പറയുന്നവര്. ശരിക്കും ശ്രീലങ്കയിലെ ഒരു ന്യൂസിലൻഡ് ആണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ശ്രീലങ്ക പോലൊരു ദ്വീപ് രാഷ്ട്രത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്നുള്ളത്. ആൻഡ് ഇവർ എത്ര ടൂറിസ്റ്റുകളാണ് ഇവിടെയൊക്കെ വരുന്നത്, അതും സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചു. വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേസ്, ഒരു രക്ഷയില്ല. നമ്മൾ കേരള ടൂറിസം ശ്രീലങ്കൻ ടൂറിസത്തിനെ ഒത്തിരി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്, ഒത്തിരി. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടേക്ക് ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സ് വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് എത്ര ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ വരുന്നു? എത്ര? കോലാലംപൂർ, ബാങ്കോക്ക്, പിന്നെ ഒരു വിയറ്റ്നാം ഉണ്ട്, ഒരു സിംഗപ്പൂർ ഉണ്ട്, പിന്നെ GCC രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ്. അതല്ലാതെ എത്ര ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ കേരളത്തിലേക്ക് വരുന്നു? ഫ്ലൈറ്റ്സ് കണക്ടിവിറ്റി കൂടിയാലേ ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് വരുള്ളൂ. സിമ്പിൾ ലോജിക്. അല്ലാത്തവരൊക്കെ ഡൽഹിയിലും പിന്നെ അവിടെ ആ ഭാഗത്ത് ഡൽഹി താജ്മഹൽ എന്നൊക്കെ പറഞ്ഞ് വന്ന് കൂടിപ്പോയ ഗോവ എന്നൊക്കെ പറഞ്ഞ് വന്ന് കണ്ടിട്ട് പോകും. ദാറ്റ്സ് വാട്ട്. അതാണ് സംഭവം. ഇത് മൊത്തം കാണാൻ കേട്ടോ. ഇത് 3 ഷെഡുകളും നമുക്ക് കയറി മുകളിലൂടെ ഇങ്ങനെ കണ്ട് തിരിഞ്ഞ് കറങ്ങിപ്പോവാം. എല്ലാ ഇതിനകത്തും പശുക്കളും ഉണ്ട്, ഇഷ്ടംപോലെ പശുക്കളുണ്ട്. അടിപൊളി. ഇവിടെ നമുക്ക് മറ്റേ സ്കോട്ട്ലൻഡ് ബ്രീഡ് കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. ആ ബ്രൗൺ കളറിലുള്ളത് സ്കോട്ട്ലൻഡ് ബ്രീഡാണ്. അടിപൊളി. പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം, പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, മലകളും അതും ഇതൊക്കെ നമുക്ക് പൊളിയും. എന്ത് കിട്ടുക്കാച്ച് സ്ഥലമല്ലേ. നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ട്. പൂക്കളൊന്നും പറിക്കരുത്, ചെടി പറിച്ചുകൊണ്ട് പോരുന്നതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി ഉയരത്തിലാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു ഫാമും നിയർ ബൈ ലാൻഡും ഉള്ളത്. എന്തല്ലേ ഇവിടെ ശരിക്കും. ഇവർക്കിവിടെ കുറേ ആനിമൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ കാട്ടില്. അതായത് മറ്റേ സിംഹവും പുലിയും കടുവ അങ്ങനെ സാധനങ്ങളല്ല.
ആനകൾ ഇഷ്ടം പോലെ ഉണ്ട്, കാട്ടാനകൾ കുറേ ഇവർക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് എൻകൗണ്ടർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫാമും നിയർ ബൈ ഏരിയ ഒക്കെ നല്ല അടിപൊളിയായിട്ടൊരു വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞോണ്ടല്ലോ കണ്ടിട്ട് കൊതിയാവുന്നു ഗൈസ്, ഈ സ്ഥലവും ഈ ഒരു ഏരിയയും സെറ്റപ്പും എല്ലാം. ആ ഒരു പ്രകൃതി നോക്കുന്നത്, അതായത് ആ ഒരു ലാൻഡ്സ്കേപ്പിംഗ് നോക്കുക, അതുപോലും വളരെ മനോഹരമായിട്ട് ആരൊക്കെയോ വളരെ കഷ്ടപ്പെട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്ത് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തോന്നുന്നില്ലേ ആ കാണുന്ന സ്ഥലങ്ങളൊക്കെ. ഒരു പരിധി വരെ ആ പുല്ല് വളർത്തിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, പക്ഷെ എന്നാലും എന്ത് ഭംഗിയല്ലേ പ്രകൃതിയുടെ ഒരു ലൈക്ക് എനിക്കിവിടെ വല്ലാത്തൊരു ഫീലാണ്. ഒന്നാമത് ഈ മഴ തണുപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ലൈക്ക് ഒരു കിടിലൻ ഫീൽ ആട്ടോ. ലൈക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ദാറ്റ് ഫീലിംഗ് ത്രൂ ദ വീഡിയോ. ഇതിങ്ങനെ കുറേ അങ്ങോട്ട് നടക്കാട്ടോ. ഈ കാണുന്നതൊക്കെ എനിക്കൊന്ന് ഇവിടുത്തെ തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സ് ആണെന്ന് തോന്നുന്നു, ലയങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. ഈ ഭാഗമൊക്കെ എന്ത് ഭംഗിയായിട്ട് വെച്ചേക്കുന്നത്. എല്ലായിടത്തും നല്ല രീതിയിൽ ചെടികളൊക്കെ നട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുകൾക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ള സെറ്റപ്പ്. പിന്നെ അവിടെ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ കാട്ടിൽ ഈ മൃഗങ്ങൾ മേഞ്ഞിടക്കുന്ന പോലെ ഈ പുൽത്തകടിയുടെ മുകളിലെല്ലാം ഈ പശുക്കളിങ്ങനെ മേഞ്ഞിടക്കാനായ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഇങ്ങോട്ടൊക്കെ പോവാം. പറഞ്ഞ പോലെ നടക്കണമെങ്കിൽ നടക്കാം, തെരപ്പാര നടക്കാം. ചില്ല് സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ദിസ് പ്ലേസ്. സൈർബൈ മിസ് ചെയ്ത് കുഴപ്പമില്ല, സാരില്ല, കിടില സ്ഥലം കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, എനിക്കൊന്നും പറയാനില്ല. ഐ ജസ്റ്റ് റിയലി ലൈക്ക് ഇറ്റ്. വാഗമണ്ണൊക്കെ ഇതുപോലത്തെ ഞാൻ 1-2 ഫാമുകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അവിടെ ഒന്നും സന്ദർശകരെ കയറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പം ഇതുപോലുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ ഇതുപോലുള്ള സ്ഥലത്ത് ഈ സന്ദർശകരൊക്കെ വരുമ്പോഴത്തേക്കിനും ഇവർക്ക് ഇതൊക്കെ ഒരു അഡീഷണൽ റവന്യൂ അല്ലേ. ഒരാളുടെ നിന്ന് എത്ര രൂപയാണ് വാങ്ങിക്കുന്നത്? ഇപ്പോൾ എൻ്റെ നിന്ന് തന്നെ 500 രൂപ അല്ലേ, ഇന്ത്യൻ രൂപ തന്നെ 500 രൂപയാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇവർക്കൊരു അഡീഷണൽ റവന്യൂ ആണ്. എത്ര ആളുകൾ എത്ര വിദേശികളായിരിക്കും ഇവിടെയൊക്കെ വരിക, വന്നാലും അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതൊക്കെ. ഹലോ അമ്പാ മൈൻഡില്ല ഗൈസ്. ഈ അകത്തേക്ക് വണ്ടികൾ കയറി പോകുമ്പോഴും ഇറങ്ങി പോകുമ്പോഴും പോലും ഈ വണ്ടികളുടെ ടയർ പോലും ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഡിപ്പ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളി. സൈർബൈ ഇത് കംപ്ലീറ്റ് ഇട്ടിട്ട് സെറ്റപ്പാക്കി മൂടി അകത്തിരുന്ന് എന്തോ പരിപാടി. നീ ഇത് തിരിച്ച് പൊക്കണമല്ലോ. ഉറങ്ങിയാ? പൊക്കി നോക്കട്ടെ എന്താ പരിപാടി. അല്ല ഇതിന് തിരിച്ച് മടക്ക് വാ പിന്നെ മടക്കാതെ എങ്ങനെ പോവാ. ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ മഴ പെയ്യും. ഈ സ്ഥലങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണ് യൂഷ്വലി. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മഴ കോട മഞ്ഞ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയല്ലേ ഈ മലമുകളിലേക്ക് ആൾക്കാർ വലിഞ്ഞേറി വരുന്നത്. എങ്ങനെ മടക്കിയത്? ചെറുതാക്കി ഇങ്ങനെ ആക്കണം. ഓക്കെ, എന്നിട്ട് മടക്കണം അല്ലേ? ഓക്കെ, നമുക്കിത് ഉപയോഗിക്കേണ്ടി വന്നില്ലല്ലോ, ഇപ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടി വന്നത്. എന്നിട്ട് ഇത് ചുരുട്ടി കൂട്ടിയെടുത്ത് മക്കളിട്ട് വെച്ചാൽ മതിയായിരിക്കും അല്ലേ? വൃത്തിയൊന്നും ഉണ്ടാവില്ല. വൃത്തിയല്ല, ഇത് പറഞ്ഞു പോവാതെ മടക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുറ്റിയാലേ എത്തുള്ളൂ. ഞാൻ മടക്കി. പെരുമഴ പെയ്തു അല്ലേ? അകത്ത് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. നല്ല പശുക്കള്. ഇത് ലുക്കാന്നറിയാ പശുവിനൊക്കെ കാണാൻ. ഭയങ്കര ലുക്കുള്ള പശുക്കള്. വിട്ടോളൂ ഗൈസ്. ഓക്കെ ആണോന്ന് ചോദിച്ചാൽ ഓക്കെയാണ്. വിട്ടോ പതുക്കെ വിട്ടാ മതി. ഒരു മയത്തിനൊക്കെ പോയാൽ മതി. അടിപൊളി അടിപൊളി അടിപൊളി. പട്ടികളോ? കന്നിമാസമായോ? ഇല്ലല്ലോ. ബ്രേക്ക് പിടിക്കാം. ബ്രേക്കില്ല. പിന്നെ ബ്രേക്ക് കുറവാ. അതിന്റെ മേളിൽ കയറി ചവിട്ടി നിൽക്കണം. അയ്യോ വെള്ളം. എനിക്ക് ആക്ച്വലി പ്രശ്നം എന്ന് പറഞ്ഞാൽ സൈർബായി ഓടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് പുറകെ ഇരുന്ന് വീഡിയോ എടുക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ദ തിങ് ഈസ് നമുക്ക് ഇവിടെ വേറൊരു എക്സ്ട്രാ പെർമിറ്റ് ഒരു സാധനം വേണം. അത് സൈർബായുടെ പേരിൽ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓടിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഒളിച്ചു പിടിച്ചാൽ അതിനൊരു ഫൈൻ അടക്കണം, അത്രേ ഉള്ളൂ. 500 രൂപ ഫൈൻ അടക്കേണ്ടത്, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വല്ലപ്പോഴും ഞാനിങ്ങനെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഓടിക്കുന്നത്. ശരിക്കും ഞാനിത് ഈ ട്രിപ്പ് ഒറ്റയ്ക്ക് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു, ഒറ്റയ്ക്ക് വരാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. സൈർബായും ഫാസിൽ ബ്രോയൊക്കെ ചോദിച്ചായിരുന്നു. ഫാസിൽ ബ്രോ ബിസിയാണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നോമ്പൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ ബിസിയാണെന്ന് പറഞ്ഞായിരുന്നു. സൈർബായി പിന്നെ ചൈനയ്ക്ക് പോകുന്ന വഴിയായതുകൊണ്ട് പിന്നെ ഈ ഗെയിം അങ്ങനെയാണ് വന്നത്. അതും കുറച്ച് ദിവസമേ ഉള്ളൂ. പുള്ളി അത് കഴിഞ്ഞ് പോകും. സൈർബായി പോയി കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉണ്ട് 5-6 ദിവസം ഇവിടെ ശ്രീലങ്കയിൽ. ഹൈലാൻഡ് മിൽക്ക് ഫാക്ടറി, അതിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു റെഡ് കളറിലെ ഇവരുടെ ബസ് ന്യൂവാറയിലേക്ക് പോകുന്ന ബസ്സാണ്. അടിപൊളി ഗിഡ്.
നമ്മൾ നേരത്തെ കണ്ട സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിന് ഇതിൽ ഈ വഴിയാണ് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. നമ്മളിപ്പോൾ പട്ടിപ്പോല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. പട്ടിപ്പോല ഇവിടുത്തെ ഒരു ബുദ്ധക്ഷേത്രമാണെന്ന്. യെസ്. ഇവിടുത്തെ പോലീസുകാർ വരെ ഓട്ടോറിക്ഷയിൽ നടക്കും. അതായത് ഓട്ടോ ഇവർക്ക് ദേശീയ വാഹനമാണ്. പോലീസുകാർക്ക് ഓട്ടോ ഉണ്ട്, മറ്റു പല വണ്ടികളും ഉണ്ട്, എന്നാലും ഓട്ടോയും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡ് പോവാണേ. ഇവിടെ റൈറ്റ് സൈഡിൽ ഇത് ഗുഡ്സ് ഇത് ഇന്ധന ടാങ്കിൻ്റെ 2 കിടക്കുന്നത് കണ്ടോ. ഓട്ടോറിക്ഷയുമായിട്ട് ഓഫ് റോഡ് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകാനൊക്കെ പറ്റും, പക്ഷേ നമുക്ക് റിസ്ക് എടുക്കണ്ട. ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മൾ പട്ടിപ്പോല റെയിൽവേ സ്റ്റേഷനാണ് മുമ്പിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ആക്ച്വലി ഇതിങ്ങനെ മല കയറി ഇങ്ങനെ പോകുന്ന ഒരു റെയിൽവേ ട്രാക്കാണ്. അപ്പോൾ ഇത് ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിനും ഒരു സമ്മിറ്റ് ഏരിയ ഉണ്ട്. അതായത് അവിടെയാണ് ഈ ശ്രീലങ്ക എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ട്രാക്ക്, അതായത് ഏറ്റവും സമ്മിറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. അത് ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ മുന്നോട്ട് പോകണം. അവിടെ വരെ ആക്ച്വലി ഓട്ടോ പോകും, പക്ഷേ ഓട്ടോ പോകുന്നത് എനിക്കറിയത്തില്ല. ഒരു ഓഫ് റോഡ് ട്രാക്ക്, വെറുതെ റിസ്ക് എടുക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ്. അപ്പോൾ അവിടെയാണ് പട്ടിപ്പോല റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. ഇതെല്ലാം പഴയ സാധനങ്ങളാണ്. അതൊക്കെ ഒരു തുരുമ്പെടുത്ത് കിടക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. എന്തൊക്കെ പരിപാടികളാണ് നോക്കി. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ഡീസലൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മളിപ്പോൾ പോകുന്ന ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും ഒരു 10-50 വർഷം 60 വർഷം പുറകിൽ. ശരിക്കും നമ്മുടെ നാട്ടിലൊന്നും ഇത് ഇത്രയും റിമോട്ടായിട്ടുള്ള ഗ്രാമമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്ന് തന്നെ പറയണം. അത്ര റിമോട്ടായിട്ടുള്ള ഗ്രാമത്തിലൂടെയാണ് ശരിക്കും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയണം. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. നമ്മളിപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് വന്ന് താഴേക്ക് ഇറങ്ങി നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം എന്തോ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. എന്തൊക്കെ പരിപാടികളുണ്ട്. ഏതൊരു നാഷണൽ പാർക്കിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഓ മാൻ, ഇത് ഭയങ്കര ഒരു ഡെൻസ് ഫോറസ്റ്റ് പോലെ. പൈൻ മരങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. പൈൻ മരങ്ങളും പിന്നെ കാറ്റാടി മരങ്ങളും അങ്ങനെ എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ്. യൂക്കാലി മരങ്ങളും അങ്ങനത്തെ ടൈപ്പ് മരങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ഒരു ഡെൻസ് ഫോറസ്റ്റിലേക്ക് കയറിയ ഒരു ഫീൽ, അതായത് ഒരു റെയിൻ ഫോറസ്റ്റിൽ കയറിയ ഫീൽ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഇതുപോലത്തെ ജലാശയങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് എന്താ ഭംഗിയല്ലേ, ഭയങ്കര രസമാണോ നോക്കി. തരൂ സാർ, തണുക്കുന്നു. നാലും ജാക്കറ്റ് ഇല്ലാതെ ശ്രീലങ്കയിലേക്ക് വരുമ്പോഴത്തേക്കിനും ജാക്കറ്റ് എടുക്കണം എന്നുള്ളൊരു ചിന്തയൊന്നും നമ്മുടെ മനസ്സിൽ പോകുന്നില്ലല്ലോ സൈർ ഭായി, മനസ്സിലായില്ലേ? ഞാനും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതിയൊന്നുമില്ല. സൈർ ഭായി പിന്നെ ചൈനയിലേക്ക് പോകുന്നതുകൊണ്ട് പുള്ളിയുടെ 2-3 ജാക്കറ്റൊക്കെ. എത്ര? 5 ജാക്കറ്റ് ഉണ്ടോ? വെരി ഗുഡ്. നമ്മളിപ്പോ ഒരു ചുരം പോലത്തെ ഒരു സ്ഥലം കയറിക്കൊണ്ടിരിക്കുക. അവിടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ റെഡാ കാണുന്നത്. അങ്ങോട്ട് ഇനി പോകാൻ പറ്റുമോ പോകാൻ പറ്റില്ല എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ പോകാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ച് വന്ന വഴിയെല്ലാം തിരിച്ചു പോകേണ്ടി വരും. നമ്മൾ ഒരു ഗംഭീര കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുവഴിയാണ്. കാടിന് നടുവിലൂടെയുള്ള ഒരു സ്ഥലത്തൂടെയാണ് കയറുന്നത്. ചെറുതായി നമ്മൾ ചുരം കയറുവാ. ചുരം കയറ്റത്തോടെ കയറ്റവാ. മൊത്തത്തില് ഇറക്കമൊന്നും ഇറങ്ങുന്നില്ല. നമ്മൾ ഫുള്ള് കേറുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. എതിർവശത്ത് നിന്ന് ഓട്ടോ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും വണ്ടി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര മോശം റോഡാണ്. മോശം റോഡ് ചാടി നമ്മുടെ നടു പറഞ്ഞു പോകുന്ന പോലത്തെ പോക്കാ പോകുന്നത്. പൊന്നെ താഴെ പോയി. നമ്മൾ എക്സ്പ്ലോറിങ് ശ്രീലങ്ക എക്സ്പ്ലോറിങ് ഓൺ ടുക് ടുക്. അപ്പൊ പിന്നെ ഇങ്ങനത്തെ വഴിയൊക്കെ അല്ലേ പോകേണ്ടത്. ഇതാ ചുമ്മാ പോയിട്ട് എന്നാ കാര്യം. അപ്പേ നീലക്കുറഞ്ഞി ഇത് നീലക്കുറഞ്ഞല്ലേ? ഇത് അല്ല നീലക്കുറഞ്ഞല്ലേ ഗൈസ്? നോക്കട്ടെ, ഇത് നീലക്കുറഞ്ഞാണോ എന്ന് ഞാൻ നോക്കട്ടെ. ഇത് നീലക്കുറഞ്ഞല്ലേ? നീല കളർ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഇല്ല, വർക്കിംഗാ, പേടിക്കണ്ട. ഇത് നീലപ്പൂവാണോ? അല്ലല്ലോ, നീലക്കുറഞ്ഞല്ല ഗൈസ്, വേറെ എന്താ പൂവാണ്. നോക്കിയേ എന്തൊക്കെ ഇട്ടില്ല സ്ഥലമാണ്. നോക്കിയേ അടിപൊളിയാണ് സെറ്റപ്പ്. എന്നാ പറ്റി? പോത്തില്ല, ഹാൻഡ് ബ്രേക്ക് ഒക്കെ പക്കേ. കയറിക്കോ. ഇതാണ് സ്ഥലം. അതായത് സ്ഥലത്തില്ല, ഹോർട്ടൺ പ്ലെയിൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ മലയുടെ മേളിൽ മൊട്ടക്കുന്നുകോള് പോലെ എന്തോ ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഇതുപോലത്തെ ഒരു ജീവിനെ കാണാൻ പറ്റും. എന്തോ ടൈപ്പ് ആടാണെന്ന് തോന്നുന്നു. അത് കാണാൻ പറ്റും. ഹോർട്ടൺ വരയാടാണോ അത്? അങ്ങനത്തെ എന്തോ ഒരു ആടാണ്. ഹോർട്ടൺ പ്ലെയിൻസ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാം. അപ്പോൾ അതിൻ്റെ മേളിലേക്കുള്ള നമ്മുടെ യാത്രയിലാണ്. ഭയങ്കര കയറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പ് കയറ്റമാണ്. നമ്മൾ നേരത്തെ പോയ സ്ഥലങ്ങളൊക്കെ അങ്ങ് ദൂരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റേ നമ്മൾ നേരത്തെ കണ്ട ഫാമും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളും അതും ഇതൊക്കെ. വാട്ട് ഈസ് ഹാപ്പനിങ്? പൈസ ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും നല്ല ഒരു പീസ്ഫുൾ ശാന്തം വൈബ്, ഭയങ്കര ശാന്തത ഗൈസ്. നോക്കൂ,
അടിപൊളി. ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെൻസ് ഫോറസ്റ്റ് കണ്ട, ഇതാണ് ഡെൻസ് ഫോറസ്റ്റ്. ശ്രീലങ്ക, ഐ നെവർ എക്സ്പെക്റ്റഡ് ദിസ് ഇയർ. ഓ മൈ ഗോഡ്. ഇത് ഞാൻ ഈ ക്യാമറ നേരെ പിടിക്കുന്നത്. ഇതിൻ്റെ സ്റ്റീപ്പ് ആംഗിൾ നിങ്ങൾ നോക്കിക്കുക എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇത്രയും സ്റ്റീപ്പായിട്ടാണ് ഈ വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹോർട്ടൺ പ്ലെയിൻസ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ നാഷണൽ പാർക്കാണ്. നോ പെറ്റ്സ് അലൗഡ്, നോ ഡ്രോൺസ് ഓൺ. ഇവിടെ പിന്നെ ഡ്രോൺ ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. സോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇത് പോയി അന്വേഷിക്കുക എന്താ പരിപാടി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് പോയി അന്വേഷിക്കട്ടെ. സെൻട്രൽ ഹൈലാൻഡ് ശ്രീലങ്ക. We can go? Where are you going? I was actually planning to go towards Ella side. So Are you from? coming from Nuwara. No, you are from I'm from India. India. Yeah. If you want to go through this park, you have to pay 18,500 rupees. This is the national park. Okay. Otherwise, you have to go back 6 kilometers. There's another road free of charge. Okay. If you want to go through, you have to pay. Okay. So or else I need to go back 6 kilometers. Okay. Near Then the Ambel rail station, you take right side. ഇതാണ് സംഭവം. ഹോർട്ടൺ പ്ലെയിൻസ് എന്നും പറഞ്ഞൊരു നാഷണൽ പാർക്കാണിത്. അപ്പോൾ ഇതിനകത്ത് ഇതുവഴി കയറി നമ്മൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ 18,000 രൂപ, ഇവിടുത്തെ ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപ 5,000 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നാണ് ഇവിടുത്തെ ആൾക്കാർ നമ്മളോട് പറഞ്ഞത്. ഇവിടുത്തെ ചെക്ക് പോസ്റ്റിലെ ആൾക്കാർ ഇതിനകത്തൂടെ പോയി കഴിഞ്ഞാൽ മറ്റേ സാമ്പ ഡിയറിനെ കാണാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. 5,000 രൂപ എടുത്ത് പോകണോ ഇല്ലെങ്കിൽ തിരിച്ചു പോകണോ? തിരിച്ചു പോയാൽ 10 കിലോമീറ്റർ എക്സ്ട്രാ ഓടേണ്ടി വരും. അത്രേ ഉള്ളൂ. എന്തുവേണം ചെയ്യാം. ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രീലങ്കയിൽ വന്നിട്ട് ഇതുപോലുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് വരാം, ചില്ല് ചെയ്യാം. ഇറ്റ്സ് നൈസ്, അടിപൊളിയാണ്.